ഈ ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ കോയമ്പത്തൂർ റാക്കറ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും ഇ.ഡി. വ്യാപകമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. കോയമ്പത്തൂർ സംഘത്തിന്റെ ഈ കേരളത്തിലെ കൂട്ടാളികളെ കൂടി തിരയുന്നുണ്ട്. കള്ളപ്പണ ഹവാല ഇടപാടുകളും ഇതിൽ ഇ.ഡി. സംശയിക്കുന്നുണ്ട്. ശ്യാമപ്രസാദ് ഉത്തമൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാമ, ഈ ഒരു വിവരം കൂടി വേണം. അതായത് ഈ ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസ്, അതിലിപ്പോൾ കോയമ്പത്തൂർ റാക്കറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോകുന്നുണ്ട്. ഏതെല്ലാം തലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം വ്യാപകമായിരിക്കുന്നത്? ഈ ഭൂട്ടാൻ വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിലാണ് കസ്റ്റംസ് ഇത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തുകയും തുടർന്ന് 36-ലധികം വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കസ്റ്റംസിൽ നിന്ന് റിപ്പോർട്ടുകളും മറ്റും തേടിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയും അതോടൊപ്പം തന്നെ വീടുകളിലും മറ്റും റെയ്ഡും മറ്റും നടത്തുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ രീതിയിലുള്ള ശൃംഖലകൾ പിന്നിലുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കള്ളപ്പണ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന ഒരു കണ്ടെത്തൽ ഇ.ഡിക്ക് ഉണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അന്ന് പെട്ടെന്ന് തന്നെ ഒരേ സമയം 17 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇ.ഡി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടേഴ്സിനും അതോടൊപ്പം തന്നെ അതിന് പിന്നിലുള്ള സാദിഖ് പാഷ, ഇമ്രാൻഖാൻ എന്നിവർക്കും ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കസ്റ്റംസും ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ PMLA, അതായത് മണി ലോണ്ടറിംഗ് അടക്കം നടന്നിട്ടുണ്ട് എന്നും ഹവാല ഇടപാടുകളും മറ്റും നടന്നിട്ടുണ്ടോ എന്നും അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇക്കഴിഞ്ഞ ദിവസം 2 വാഹനങ്ങൾ കസ്റ്റംസ് പിടികൂടിയിരുന്നു. അതായത് അമിത് ചക്കാലക്കലിന്റെ 2 വാഹനങ്ങൾ കൊച്ചിയിലെ ഒരു ഗ്യാരേജിൽ നിന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വ്യാപകമായി തന്നെ അന്വേഷണവും പുരോഗമിക്കുകയാണ്.